ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ സാൻഡ് ബാങ്ക്സിലാണുള്ളത്. നമ്മളൊന്ന് ബീച്ചിൽ കറങ്ങാമെന്ന് വിചാരിച്ച് വന്നു. അങ്ങനെയല്ല, അവരുടെ ഫ്രണ്ട്സാണിത്, റിൻഷാൻ്റെ ഫ്രണ്ട്സ് വിലാസേട്ടനും സരീജുമാണ്. അവർ വിളിച്ചപ്പോൾ ജസ്റ്റ് നമ്മൾ ഒന്ന് വണ്ടി കയറി, അങ്ങനെയെല്ലാം കൂടിയും വണ്ടി ഓടിച്ച് നമ്മൾ സാൻഡ് ബാങ്ക്സിലെത്തി. അപ്പോൾ ജസ്റ്റ് ബീച്ചിലൊന്ന് കയറി ഇത്തിരി സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. കാരണം നല്ല തിരക്കുണ്ട് ബീച്ചിൽ, അതുപോലെ തിരയും നല്ലോണം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കടലിലേക്കൊന്നും അങ്ങനെ ഇറങ്ങാൻ നിന്നിട്ടില്ല. കഴിഞ്ഞ തവണയൊക്കെ വന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് കാലൊക്കെ നനച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിനൊന്നും നിന്നിട്ടില്ല, കാരണം നല്ല തിരക്കും ഉണ്ട്. പിന്നെ തിരയുള്ളത് കാരണം വയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ നടക്കുകയാണ്. ജാനിക്ക് എന്താ പറയുക, ഒരു ക്ഷീണം പോലെ ഉണ്ട്. വരുന്ന വഴിക്ക് കാറിൽ നിന്ന് വൊമിറ്റ് ചെയ്തു. ചില സമയത്ത് കാർ കയറുമ്പോൾ അങ്ങനെ ഉണ്ടാവലുണ്ട് അവൾക്ക്, എപ്പോഴൊന്നുമില്ല. ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. ഇന്നെന്താണെന്നറിയില്ല, ഇന്നങ്ങനെ വൊമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിച്ചാൽ എല്ലാം ഓക്കെ ആവും. ഹൃദയക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അവനിതാ അച്ഛനെടുത്തിട്ടുണ്ട്. അച്ഛനെ കൂടെ നിന്ന് കടലൊക്കെ നോക്കുകയാണ്. സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. സ്വിമ്മിംഗ് പൂൾ എന്നൊക്കെ പറയുന്നുണ്ട്, നമ്മൾ കടലാണെന്നൊക്കെ പറയാം. വെള്ളത്തിലിറക്കി അവൻ എന്തായാലും കയറില്ല. പിന്നെ നമ്മൾ ഇവിടുന്ന് പോവലും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു ഇനി എന്തായാലും മതി എന്ന് പറഞ്ഞ് തിരിച്ച് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. പക്ഷേ അതിനിടയിൽ ജാനീനെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സരീജ് കൂട്ടി ഒന്ന് കാലൊക്കെ നനച്ച് അവർ മടങ്ങി വരുന്നുണ്ട്. ഇപ്പോൾ അവൾ ഒന്ന് ചിരിക്കുന്നൊക്കെ ഉണ്ട്. എന്നാലും കുറച്ച് ഫുഡൊക്കെ കഴിച്ചാലേ ഓക്കെ ആവുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ മടങ്ങാം, സൺസെറ്റൊന്നും കാണാൻ നിൽക്കുന്നില്ല. റിൻഷാണ് അല്ലെങ്കിലും സൺസെറ്റും സൺറൈസൊന്നും കാണാൻ വലിയൊരു താല്പര്യമില്ല. ഞാൻ അവിടുന്ന് ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എന്നാണ് പറയുക. അതുകൊണ്ട് നമ്മളും അത്ര ഒരിത് കാണിക്കലില്ല. നമ്മൾ തിരിച്ച് നടക്കുകയാണ്. പാർക്കിംഗ് നമ്മൾ ഇവിടെ തന്നെയാണ് വെച്ചത്, കാരണം അങ്ങോട്ടൊന്നും പാർക്കിംഗ് ഇല്ല. അപ്പോൾ ജസ്റ്റ് ചെറിയൊരു സ്പേസ് കിട്ടിയപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് നടന്നു വന്നതാണ്. ഇതിനുള്ളിലൊരു ചെറിയ പാർക്കൊക്കെ ഉണ്ട്. കഴിഞ്ഞ തവണ വന്നപ്പോൾ നമ്മൾ അതിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ അതിനൊന്നും നിന്നിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ അതിലൊരു കാർ റൈസിംഗ് ഒക്കെ ഉണ്ട്. അതിലൊക്കെ കയറി ഹൃദയ പിന്നിങ് വരുത്തുമില്ല. നമുക്ക് പിന്നെ ഇന്ന് വീട്ടിൽ എൻ്റെ ഒരു റിലേറ്റീവ് ഇന്ന് വരുമെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വേഗം തന്നെ തിരിച്ചിങ്ങ് പോരുകയാണ്. അവരെ ജസ്റ്റ് ഒന്ന് കാണണം, ഈ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മളിങ്ങോട്ട് വന്നത്. നമുക്കിപ്പോൾ പാർക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ഇവർക്ക്. അതുകൊണ്ട് ഇങ്ങനെ പാർക്ക് ഇങ്ങനെ സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ ബ്ലൂ ഡയമണ്ട് ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത്, ഇവിടെ ഫുഡ് ഭയങ്കര തിരക്കാണ്. ഓർഡർ ചെയ്ത് കുറേ സമയം എടുക്കും ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. നമ്മൾ റൊട്ടിയും ചിക്കനും ബീഫൊക്കെയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇതാ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ റിൻഷൻ്റെ ഫേവറേറ്റ് ടൊമാറ്റോ ചട്നിയും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത് നേരെ വീട്ടിലേക്ക് വിട്ടു. ഇത് നമ്മുടെ വീട്ടിലെത്തിയ ശേഷം നമ്മൾ വീടിനകത്തേക്ക് കാറ് കയറ്റുന്നൊരു സീനാണ്. നമ്മുടെ മുറ്റത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട്. ഫ്രണ്ടിൽ ഭയങ്കരമായൊരു സ്ലോപ്പാണ്. ആ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ കാറിൻ്റെ അടി തട്ടും, ലോഡ് ഉണ്ടെങ്കിൽ അടി തട്ടും. അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങിങ്ങ് പോകുന്നു. ഞാൻ ചേട്ടൻ കാറ് കയറ്റുന്നതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ആദ്യം കയറിങ്ങ് പോന്നിട്ടുണ്ടായിരുന്നു. വലിയ കുഴപ്പമൊന്നുമില്ല. ആൾക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയതുകൊണ്ട് പെട്ടെന്ന് കയറ്റാൻ പറ്റും. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലാണ്ട് വണ്ടി എടുത്തിട്ടുണ്ട്. പരിചയമില്ലാത്ത ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇവരിപ്പം എപ്പോഴും വണ്ടി എടുത്ത് ശീലമായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.